സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള രണ്ടാം മന്ത്രിസഭ 4 വർഷം പൂർത്തിയാക്കി ഇന്ന് 5ാം വർഷത്തിൽ പ്രവേശിക്കുകയാണ്. ഒരു മാസം നീണ്ട 4ാം വർഷ ആഘോഷ പരിപാടികൾക്കും ഇന്ന് തിരശ്ശീല വീഴും. ഇനി അങ്ങോട്ട് 5ാം വർഷത്തെ അതിഭയങ്കരമായ ഭരണമാണ് വരാൻ പോകുന്നത്. പിണറായി സഖാവും മറ്റ് സഖാക്കളുമൊക്കെ വലിയ ആത്മവിശ്വാസത്തിലാണ്. അവർ വിചാരിക്കുന്നത്, അവർ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഈ സർക്കാർ ഒരു വട്ടം കൂടി അധികാരത്തിൽ വരും. ഇനി തുടർ ഭരണം കഴിഞ്ഞ് തുടർച്ചയായ ഭരണം ഉണ്ടാകും. മൂന്നാമതും പിണറായി സഖാവ് തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവും. അങ്ങനെ ഇവിടെ സോഷ്യലിസം നടപ്പാകും എന്നാണ്. പാർട്ടി സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ ഈ കാര്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞു. വരുന്ന തെരഞ്ഞെടുപ്പിലും സംസ്ഥാനത്തെ ഇടതുപക്ഷ മുന്നണിയെ നയിക്കുന്നത് സഖാവ് പിണറായി വിജയൻ തന്നെയായിരിക്കും. മാഷ് നോക്കിയിട്ട് തെരഞ്ഞെടുപ്പിൽ തോൽക്കാനായിട്ട് ഒരു കാരണവും കാണുന്നില്ല. മാത്രമല്ല പ്രതിപക്ഷമാണെങ്കിൽ മൊത്തം കുഴപ്പത്തിലുമാണ് തന്നെ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ LDFന് ഭൂരിപക്ഷം കിട്ടും. ചെറിയ ഭൂരിപക്ഷമല്ല, വലിയ ഭൂരിപക്ഷം കിട്ടും. UDF തകർന്നടിയും. BJPക്ക് കെട്ടിവെച്ച കാശ് കിട്ടില്ല. അപ്പോൾ വീണ്ടും സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവും. അതോടുകൂടി അദ്ദേഹം ഏറ്റവും അധികം കാലം മുഖ്യമന്ത്രിയായിരുന്ന റെക്കോർഡ് തകർക്കും. 11 വർഷം പൂർത്തീകരിക്കണം. അപ്പോഴേക്കും 10 കൊല്ലമാവും. പിന്നെ ഒരു വർഷം കൂടി കഴിഞ്ഞാൽ മതി. അങ്ങനെ 11 വർഷം പൂർത്തീകരിച്ചതിന് ശേഷമേ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയെങ്കിലും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു വലിയ തിരക്കഥയാണ് ഇപ്പോൾ CPMൻ്റെ മനസ്സിലുള്ളത്. അത് തീർത്തും അസംഭവ്യം എന്ന് പറയാൻ പറ്റുകയില്ല. ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഒരു കാര്യവും അസംഭവ്യം എന്ന് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ജനമാണ്. ആർക്ക് വോട്ട് ചെയ്യാം, ആരും ജയിക്കാം. അതാണ് അതിൻ്റെ ഒരു രീതി. പണ്ട് ഈ ഫുട്ബോളിൻ്റെ റണ്ണിങ് കമ്മിറ്റിയുടെ കാര്യം പറയും, പന്താണ്, ഉരുളുന്ന സാധനമാണ്, ആരും ഗോളടിക്കുക, ആരും ജയിക്കാം എന്ന് പറഞ്ഞ പോലെ പൊതുജനമാണ്. എപ്പോൾ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും തിരിയാം, ആർക്ക് വോട്ട് ചെയ്യാം, ഏത് പാർട്ടിയും ജയിക്കാം, ഏത് മുന്നണിക്കും ഭൂരിപക്ഷം കിട്ടാം, ആരും മുഖ്യമന്ത്രിയാകും. അതിനാണ് നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ ജനത്തിന് 4 കൊല്ലം മുമ്പ് ഒരു തോന്നാബുദ്ധി തോന്നി. 5 കൊല്ലം LDF ആണെങ്കിൽ പിന്നെ 5 കൊല്ലം UDF എന്ന സമവാക്യം തെറ്റിച്ചു. ഇപ്പോൾ ആ സമവാക്യമില്ല. അപ്പോൾ 10 കൊല്ലം LDF ഭരിച്ചുകൊണ്ട് ഇനി ഒരു 5 കൊല്ലം കൂടി LDFനെ തന്നെ ഭരണം ഏൽപ്പിക്കാൻ പാടില്ലായില്ല. ജനങ്ങൾക്ക് അങ്ങനെയും ചിന്തിക്കാം. പിന്നെ LDFന് ചില സൗകര്യങ്ങളുണ്ട്. ഒന്നാമത് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ അതിശക്തനായ ഒരു നേതാവിൻ്റെ കീഴിലാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്യാനായിട്ട് ആ മുന്നണിയിലോ പാർട്ടിയിലോ ആരും തന്നെയില്ല. അദ്ദേഹത്തിന് പ്രായാധിക്യത്തിൻ്റെ അനാരോഗ്യത്തിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും അതൊക്കെ വിട്ടുവീഴ്ച ചെയ്തിരിക്കുകയാണ്. സൂര്യകാന്തന്മാരും കേരള സംസ്ഥാനം ഉള്ളിടത്തോളം കാലം പിണറായി സഖാവ് തന്നെയായിരിക്കണം മുഖ്യമന്ത്രി എന്നാണ് പാർട്ടിയുടെ ആഗ്രഹവും താല്പര്യവും. ഇനി സഖാവിന് എന്തെങ്കിലും ശീലായ്മയുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സ്ഥാനത്യാഗം ചെയ്യാനും മരുമകനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനും തടസ്സമൊന്നുമില്ല. അതാണ് ഒന്നാമത്തെ സൗകര്യം. യൂണിറ്റി ഓഫ് കമാൻഡ് ഉണ്ട്. രണ്ടാമത് ഇടതുപക്ഷ മുന്നണിക്ക്, പ്രത്യേകിച്ച് CPMന് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന കേഡറുകളുണ്ട്. പ്രചരണ സംവിധാനം വളരെ ശക്തമാണ്. സോഷ്യൽ മീഡിയയിലാണെങ്കിലും വിഷ്വൽ മീഡിയയിലാണെങ്കിലും പ്രിൻ്റ് മീഡിയയിലാണെങ്കിലും ഈ പ്രചരണത്തിലും കുപ്രചരണത്തിലും അവരെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. മൂന്നാമത്തത് പണമുണ്ട്. എതിരാളികൾക്കില്ലാത്ത ഒരു സൗകര്യം പണമാണ്. പണമുണ്ട്, വ്യവസായികളുടെ വലിയ പിന്തുണയുണ്ട്. വേണ്ടി വന്നാൽ കള്ളവോട്ട് ചെയ്യാനും അല്ലെങ്കിൽ ബൂത്ത് പിടിക്കാനും ഒക്കെയുള്ള സംവിധാനമുണ്ട്. അങ്ങനെ പാർട്ടിക്ക് വേണ്ടി ചാകാനും കൊല്ലാനും തയ്യാറായി നിൽക്കുന്ന ഒരുപാട് കേഡറുകളുണ്ട്. അപ്പോൾ ഇത്തരം സൗകര്യങ്ങൾ അവർക്കുണ്ട്. മറുഭാഗത്തേക്ക് നോക്കുമ്പോഴാണ് ഇവരുടെ ഒരു ശക്തി നമുക്ക് മനസ്സിലാവും. കോൺഗ്രസ് പാർട്ടിയുടെ കാര്യം സാമാന്യം പരിതാപകരമാണ്. ആ മുഖ്യമന്ത്രിയാകാൻ തന്നെ 4-5 പേര് തയ്യാറായിട്ട് നിൽപ്പുണ്ട്. പിന്നെ വിവിധ സാമുദായിക ശക്തികളെയൊക്കെ പ്രീണിപ്പിച്ചും സന്തോഷിപ്പിച്ചും അവർക്ക് കപ്പം കൊടുത്തുമൊക്കെ വേണം ഇവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ. കോൺഗ്രസ് ആണെങ്കിൽ ഏതാണ്ട് മുസ്ലിം ലീഗിൻ്റെ B ടീമായി മാറിയിരിക്കുക. അതിനേക്കാൾ കൂടുതൽ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ C ടീമായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. മുസ്ലിം ലീഗ് ഇന്ന് പഴയ ശക്തി മലപ്പുറം ജില്ലയിലല്ലാതെ പുറത്ത് എവിടെയെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ചിത്രത്തിലെങ്കിലും ഇടതുപക്ഷം ശക്തി പ്രാപിച്ചിരിക്കുന്ന സാഹചര്യമുള്ളത്. പിന്നെ ഒരു മൂന്നാം കക്ഷിയായിട്ട് BJP ഉയർന്നു വന്നിട്ടുണ്ട്. എന്നാൽ അവർക്ക് കാര്യമായ ഒരു പെർഫോമൻസ് വോട്ടിൻ്റെ കാര്യത്തിലല്ലാതെ, വോട്ടിൻ്റെ ശതമാനത്തിലല്ലാതെ സീറ്റിൻ്റെ എണ്ണത്തിൽ കാണിക്കാൻ പറ്റും എന്ന് തോന്നുന്നില്ല. അപ്പോൾ BJPക്ക് വർദ്ധിക്കുന്ന വോട്ടുകൾ അധികവും പോകുന്നത് UDFൽ നിന്നായിരിക്കും എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഗുണം ആത്യന്തികമായിട്ട് LDFന് കിട്ടും. ത്രികോണ മത്സരത്തിൻ്റെ സൗകര്യം LDFനാണ്. അതുമാത്രവുമല്ല, BJPയുടെ കേന്ദ്ര നേതൃത്വം, കൃത്യമായിട്ട് പറഞ്ഞാൽ അമിത്ഷായും നരേന്ദ്രമോദിയും ആഗ്രഹിക്കുന്നത് കേരളത്തിൽ CPMൻ്റെ നേതൃത്വത്തിലുള്ളൊരു മന്ത്രിസഭ ഉണ്ടാകുന്നതാണ്
കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ ഉണ്ടാകുന്നതിനേക്കാളും അവർക്ക് സൗകര്യം എന്നാണ്. ഇന്ത്യയെ കോൺഗ്രസ് മുക്ത ഭാരതമാക്കണം എന്നാണ് അവരുടെ ആഗ്രഹം, അല്ലാണ്ട് CPM മുക്തമാക്കണം എന്നുള്ളതല്ല. BJPയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ CPM എന്ന് പറഞ്ഞ ഒരു ഘടകമേ അല്ല, ഒരു ശക്തിയല്ല, മറിച്ച് കോൺഗ്രസ് ഒരു ശക്തിയാണ് താനും. കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടെങ്കിലും LDF ജയിക്കുന്ന കാണാനാണ് BJP ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത്തരം സൗകര്യങ്ങൾ, ഇത്തരം സാഹചര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന ഗതിവിഗതികൾ, അതിപ്പോൾ പഹൽഗാം ആക്രമണമാണെങ്കിലും ശരിയാണ്, വിദേശത്തേക്ക് ഡെലിഗേഷൻ അയക്കുന്ന കാര്യമാണെങ്കിലും ഒക്കെ ആത്യന്തികമായിട്ട് LDFനായിരിക്കും അതിൻ്റെ ഗുണം കിട്ടുക. സാമുദായിക ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ട്, അതാണ് LDFനുള്ള വേറൊരു സൗകര്യം. ആ സാമുദായിക ധ്രുവീകരണത്തിൻ്റെ ഗുണവും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ LDFനാണ് കിട്ടാറ്, BJPക്കല്ല. BJPക്ക് വളരെ മാർജിനലായിട്ട് കിട്ടുള്ളൂ, സബ്സ്റ്റാൻറ്റീവായിട്ട് ഗുണം കിട്ടാൻ പോകുന്നത് LDFനാണ്. അപ്പോൾ നോക്കുമ്പോൾ ലക്നാലും ചന്ദ്രാലും മൂന്നാം പിണറായി സർക്കാർ എന്ന് പറഞ്ഞാൽ അസംഭവ്യമൊന്നുമല്ല. ഒറ്റക്കൊരു പ്രശ്നമുള്ളൂ, ഈ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ മിക്കവാറും എല്ലാ ആൾക്കാരെയും ഈ സർക്കാർ വെറുപ്പിച്ചു എന്നതാണ്. ആ ഒറ്റ കുഴപ്പം ഒഴിച്ചാൽ മൂന്നാം പിണറായി സർക്കാർ വരാനുള്ള സാഹചര്യം വളരെ വളരെ കൂടുതലാണ്. പിന്നെ അതിൻ്റെ അകത്ത് ഇതെങ്ങനെ നമുക്ക് നേരത്തെ കൂട്ടി പ്രവചിക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വലിയ വിഷയമാക്കേണ്ടതില്ല. അവിടെ LDF തോറ്റാലും ജയിച്ചാലും UDF തോറ്റാലും ജയിച്ചാലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ ശരിക്കുള്ള സെമി ഫൈനൽ അല്ലെങ്കിൽ ഈ വരാൻ പോകുന്ന നാടകത്തിൻ്റെ ഡ്രസ് റിഹേഴ്സൽ എന്ന് പറയുന്നത് വരുന്ന ഡിസംബർ മാസത്തിൽ നടക്കാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷനാണ്. ത്രിതല പഞ്ചായത്തുകളിലേക്കും പിന്നെ മുനിസിപ്പാലിറ്റികളിലേക്കും കോർപ്പറേഷനിലേക്കും നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. അതിൽ ഈ ജില്ലാ പഞ്ചായത്തുകൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. വലിയ ജില്ലകൾ ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, ഈ പറഞ്ഞ ജില്ലകളിൽ ഏത് മുന്നണിക്കാണ് മേൽക്കൈ കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇതിപ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട് ഈ മൂന്ന് സ്ഥലത്തും LDFനായിരിക്കും മേൽക്കൈ കിട്ടുക. എറണാകുളത്തും മലപ്പുറത്തും UDFനായിരിക്കും അപ്പർ ഹാൻഡ് കിട്ടുക. ബാക്കി ജില്ലകൾ അത് വളരെ പ്രധാനമാണ്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, അതുപോലെ തൃശ്ശൂർ, ഇത്തരം ജില്ലകളിൽ മേൽക്കൈ കിട്ടിയാൽ UDF കേരളം പിടിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാം. പിന്നെ ചെറിയ ജില്ലകൾ ഇടുക്കി, പത്തനംതിട്ട, അതൊക്കെ ഇതിൻ്റെ കൂടെ പോകുന്നതാണ്. വയനാട്, കാസർഗോഡ്, അങ്ങനെയുള്ള ജില്ലകളൊക്കെ അത് അത്ര നിർണായകമല്ല. പക്ഷേ ഈ പ്രധാനപ്പെട്ട 10 ജില്ലകൾ, അതിൽ തന്നെ ഞാൻ പേരെടുത്ത് പറഞ്ഞ ജില്ലകൾ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, തൃശ്ശൂർ, ഈ ജില്ലകൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്, വളരെ നിർണായകമാണ്. ഈ പറഞ്ഞ ജില്ലകളിൽ 2 or 3 അല്ലെങ്കിൽ 3 or 4 എണ്ണമെങ്കിലും ജയിച്ചില്ലെങ്കിൽ UDFൻ്റെ കാര്യം കട്ടപ്പോകയാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ വരുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ നമുക്ക് കാണാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെളിയാൻ പോകുന്ന ചിത്രത്തിൻ്റെ പൂർവ്വരൂപം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.